പാർട്ടി നേതാക്കൾക്കെതിരായ വികാരം പ്രതിഫലിച്ച അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഫലിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നല്ലോ ഇത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണല്ലോ PK ശശിയെ പോലെയുള്ളവർ മത്സരരംഗത്തുണ്ടാകുന്നു. കണ്ണൂരിൽ പാർട്ടി വിട്ടുപോകുന്നവർ മത്സരരംഗത്തുണ്ടാകുന്നു. ആലപ്പുഴയാണ് അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ജില്ല. അവിടെയായിരുന്നു G. സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം സലാമിന് വെല്ലുവിളിയായി വന്നത്. അങ്ങനെ ചില ജില്ലകൾ കണ്ണൂരും പാലക്കാടും ആലപ്പുഴയുമൊക്കെ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോഴിതാ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ അതിൽ വ്യത്യസ്തമായ കണക്കുകളാണ് പുറത്തു വരുന്നത്. ചില എക്സിറ്റ് പോളുകൾ എങ്കിലും ചില സർവേകളെങ്കിലും മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പൊതുവെ ഒരു ആലപ്പുഴയുടെ ചിത്രം ഈ എക്സിറ്റ് പോൾ വരുമ്പോൾ പാർട്ടികളുടെ മുന്നണികളുടെ പ്രതീക്ഷയും വിലയിരുത്തലും? അഭിലാഷ്, ആലപ്പുഴ ജില്ല നമുക്കറിയാം സംസ്ഥാനത്ത് ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ജില്ലയായിരുന്നു. കണ്ണൂരടക്കമുള്ള CPM-നകത്തുണ്ടായ പൊട്ടിത്തെറികൾ, അത് പിന്നീട് ആലപ്പുഴയിൽ വന്ന അതിൻ്റെ ഏറ്റവും വലിയൊരു പൊട്ടിത്തെറി എന്നുള്ള രീതിയിൽ G. സുധാകരൻ CPM വിട്ട് പുറത്തേക്ക് വരികയും സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഈ മുഴുവൻ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അതിനകത്തുണ്ടായ പ്രശ്നങ്ങൾക്കെതിരെ അദ്ദേഹം മത്സരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ MV ഗോവിന്ദൻ പറഞ്ഞ ആലപ്പുഴയിൽ എത്തിയപ്പോൾ പറഞ്ഞ കാര്യമെന്ന് പറയുന്ന നിർദ്ദേശം കൊടുത്തത് മറ്റെവിടെ പരാജയപ്പെട്ടാലും അമ്പലപ്പുഴ വിജയിക്കണം എന്നുള്ള നിർദ്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്കടക്കം നൽകിയിരുന്നത്. പക്ഷേ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉറപ്പോടെ പറയാൻ കഴിയും. ആ ഫീൽഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും അധികം ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വോട്ടുകൾ, അതായത് കേഡർ വോട്ടുകൾ ഏറ്റവും അധികം മാറി മറിഞ്ഞൊരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. പല ഇടങ്ങളിലും അത്തരം ഒരു തുടർഭരണം അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ളൊരു വിലയിരുത്തൽ CPM-ന്റെ പ്രവർത്തകരിൽ ഉണ്ടായിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ ഒരുപക്ഷെ അത്തരമൊരു മത്സരത്തിലേക്ക് പോകുമ്പോൾ പോലും നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്ന ഒരു വിമർശനം, അതായത് പ്രത്യേകിച്ച് ഈ ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നൊരു രോഷം, അത് G. സുധാകരനിലൂടെ, അതായത് ഈ ചോദ്യങ്ങൾ എവിടെയെങ്കിലും ചോദിക്കപ്പെടേണ്ടതാണ്, അത് G. സുധാകരൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പാർട്ടി പ്രവർത്തകരിൽ പലരും എത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് സുധാകരൻ തൊടുത്തുവിട്ട പല അമ്പുകളും ജില്ലയുടെ വിവിധ മണ്ഡലങ്ങളിലേക്ക് അത് വീണു എന്നുള്ളതാണ്. എന്തായാലും ആലപ്പുഴ ജില്ല ഇത്തവണ തെരഞ്ഞെടുപ്പിന് നമ്മൾ വിലയിരുത്തുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ചുരുക്കം ചില മണ്ഡലങ്ങൾ ഒഴിച്ച്, അതായത് മാവേലിക്കരയിൽ അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഒഴിച്ച് ബാക്കി മുഴുവൻ ഇടങ്ങളിലും ഇടതുപക്ഷം ശക്തമായ മത്സരം നേരിടുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ സജി ചെറിയാൻ ചെങ്ങന്നൂർ സേഫ് സോണിലാണ് എന്ന് പറയുമ്പോൾ പോലും ചെങ്ങന്നൂരിൽ അതിശക്തമായ അടിയൊഴുക്കുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. BJP അവരുടെ കൃത്യമായ വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ അവിടെ ഇത്തവണ ഒരു കാലത്തും കാണാത്ത രീതിയിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന രീതി ചെങ്ങന്നൂരിലുണ്ടായിരുന്നു. അതുകൊണ്ട് ചേർത്തലയിലേക്ക് വരികയാണെങ്കിൽ വളരെ കുറഞ്ഞ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ചേർത്തല അത്തരത്തിൽ ഒരു മത്സരത്തിലേക്ക് പോയത്. അതായത് കഴിഞ്ഞ തവണ വെറും 6000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് P. പ്രസാദിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ചേർത്തലയിലും നല്ല മത്സരം നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ഉറപ്പിക്കാവുന്ന മണ്ഡലങ്ങൾ എന്ന് പറയാൻ കഴിയുക മാവേലിക്കരയാണ്. ഒരു പക്ഷേ ഒരറ്റം വരെ പോവുകയാണെങ്കിൽ BJP അത്തരത്തിൽ വോട്ട് പിടിക്കാത്ത ഉള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ചെങ്ങന്നൂരിലേക്കും പോകാം. ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും നല്ല മത്സരം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അതിൽ തന്നെ കായംകുളത്തേക്ക് പോവുകയാണെങ്കിൽ കായംകുളത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മുന്നേറ്റം BJP ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അവിടെ ഇത്തവണ BDJS ആണ് മത്സരിച്ചത്, തമ്പി മേട്ടിത്തറയാണ് മത്സരിച്ചത്. അവരുടെ ഒരു കണക്ക് വന്നിട്ടുണ്ട്, 32,000 വോട്ടുകൾ അവിടെ നേടും എന്നുള്ളതാണ്. 12,000-ൽ നിന്ന് 32,000-ആയി അവർ വോട്ട് ഉയർത്തും എന്നുള്ള കണക്കാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ അതേ സ്വഭാവത്തിൽ അതേ ചിട്ടയായ രീതിയിൽ കണക്കെടുപ്പുമായി മുന്നോട്ട് പോയ രാഷ്ട്രീയ പാർട്ടിയാണ് BJP-യും NDA-യും. അതിൽ തന്നെ 32,000 വോട്ടുകൾ അവിടെ കിട്ടുമെന്നുള്ളൊരു കണക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷം കായംകുളത്ത് പരുങ്ങലിലാകും എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ അമ്പലപ്പുഴയിൽ വരികയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ G. സുധാകരൻ അവിടെ ഒരു തിരിച്ചടി ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ CPM-നകത്തുള്ള വലിയൊരു വിഭാഗം, അതായത് നേതൃത്വത്തോടുള്ള വലിയ മടുപ്പ് ഇവിടെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ തന്നെ നിലനിന്നിരുന്ന സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് കുട്ടനാട് അടക്കമുള്ള കുട്ടനാട് ഇടതുപക്ഷത്തിന് പരാജയം ഉറപ്പാണ്. കാരണം അവിടെ UDF ജയിച്ചു കയറും എന്നുള്ളത് NCPക്ക് ആ സീറ്റ് നൽകിയത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ
കഴിഞ്ഞ ഒരു 5 വർഷക്കാലം ഭരണപരമായ പിന്നോട്ടടി അത് വലിയ രീതിയിൽ ആളുകളിൽ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മാത്രം താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ NCPക്ക് അവിടെ NCPയിൽ തന്നെ അത് തോമസ് കെ തോമസിന് ആ സീറ്റ് ഉറപ്പിച്ചു നൽകണം എന്ന് ഇത്തവണയും നൽകണമെന്നുള്ള വാശി അത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലടക്കം ഉയർന്നു വന്നതാണ്. ആ സീറ്റ് നൽകരുതെന്ന്. പക്ഷേ ആ സീറ്റ് നൽകണമെന്ന് ഏറ്റവും അധികം വാശി പിടിച്ചത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ആ സീറ്റ് തോമസ് കെ തോമസിൽ തന്നെ ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനെ എതിർക്കാൻ കഴിയാത്തൊരു സാഹചര്യം ആലപ്പുഴയുടെ ജില്ലാ നേതൃത്വത്തിന് മുഴുവൻ അതിനോട് വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും എതിർക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ കുട്ടനാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ തന്നെ UDF മുന്നേറ്റം എടുത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കുട്ടനാട് സീറ്റും ഇത്തവണ UDFിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മാവേലിക്കരയിലേക്ക് വരികയാണെങ്കിൽ അരുൺകുമാർ ആയിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അവിടെ ആ ഇടതുപക്ഷം വലിയ മുന്നേറ്റം എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്തവണയും വലിയ അട്ടിമറിയൊന്നും ഉണ്ടാകില്ല. കാരണം ആ രീതിയിലുള്ള ഒരു ഈ ബന്ധം അരുൺകുമാറിന് അവിടുത്തെ വോട്ടേഴ്സുമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ മാവേലിക്കരയിൽ ഒരു അട്ടിമറി നടക്കാനുള്ള സാധ്യത ഇല്ല. തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ ആലപ്പുഴ നഗരത്തിലേക്ക് വരികയാണെങ്കിൽ PP ചിത്തരഞ്ജൻ ഈ നമ്മൾ MLA-മാരുടെ കാര്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ജനങ്ങളുമായി ബന്ധം പുലർത്തിയ MLA ആയിരുന്നു PP ചിത്തരഞ്ജൻ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം താഴെ തട്ടിലേക്ക് ഇറങ്ങി വന്ന് ഓരോ ആളുകളുടെ പ്രശ്നങ്ങൾ ഇടപെടാനൊക്കെ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെയും ഒക്കെ ചില തിരിച്ചടികൾ വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് UDF ഇറക്കിയ സ്ഥാനാർത്ഥി അത് വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് തന്നെ പറയാം. AD തോമസിലൂടെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥം ഒരു യുവാവിനെ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ അടിയേറ്റ് പരിക്കേറ്റ അതായിരുന്നു അവർ ഏറ്റവും വലിയ പ്രചാരണ ആയുധമായി ഇറക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ ഈ കാര്യങ്ങൾ വിലയിരുത്തി പറയുമ്പോൾ പോലും SNDPയോട് സ്വീകരിച്ച ഒരു നിലപാട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പല ഘട്ടത്തിലും കൈക്കൊണ്ട നിലപാടുകൾ അത് വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങളിലടക്കം വലിയ അവമതിപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായാണ് വന്നിട്ടുണ്ടെങ്കിൽ മറിച്ച് മലപ്പുറം പരാമർശം അടക്കമുള്ള വിഷയങ്ങൾ അതിനുശേഷം ഇവിടെ SNDPയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം പങ്കെടുത്തുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം പറയുന്നൊരു പശ്ചാത്തലം ഇതൊക്കെ മറ്റൊരു വിഭാഗത്തിനിടയിൽ ഒരു സുരക്ഷിതമായ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളൊരു തോന്നൽ വളർത്താൻ ഇടയാക്കിയിട്ടുണ്ട്. അത് SDPI ബാന്ധവത്തിലേക്ക് പോകുമ്പോൾ പോലും ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ UDFിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയൊരുക്കാൻ അത് കാരണമായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ ആലപ്പുഴ മണ്ഡലത്തിലെ പല പാർട്ടി കോട്ടകളിലും ഇടതുപക്ഷത്തിന് വോട്ട് വീണിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അത് അത്രയധികം ബാധിക്കേണ്ട ഒരു കാരണം ഒന്ന് തുടർഭരണം വേണ്ടതില്ല. MLAയുടെ പെർഫോമൻസോ മറ്റു കാര്യങ്ങളോ അല്ല, മറിച്ച് തുടർഭരണത്തോടുള്ള ഒരു അവമതിപ്പും മാത്രമല്ല ഈ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിനോട് എടുക്കുന്ന ഒരു സമീപനം മൊത്തത്തിൽ ഉള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകളെ പരിഗണിക്കാത്തതിനുള്ള അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ രീതിയിൽ എവിടൊക്കെയോ ഒരു അസമത്വമുണ്ട് അല്ലെങ്കിൽ ചിലരെ മാത്രമാണ് പരിഗണിച്ച് പോകുന്നതെന്നുള്ളൊരു ചർച്ച വലിയ തോതിൽ ആലപ്പുഴയിലും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേഡർമാരിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം അരൂരയിലൊക്കെ പോവുകയാണെങ്കിൽ ഈ പെരുമ്പളം പാലം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നെങ്കിൽ പോലും മറ്റിടങ്ങളിൽ വികസനമുണ്ടോ എന്നുള്ള ചോദ്യം വലിയ ചോദ്യമായി തന്നെ അവിടെ ഉയർന്നു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ നെക്കോട് നെക്കാണ് ഒരുപക്ഷെ UDFന് കുറച്ചുകൂടി ആധിപത്യം മുകളിൽ ഒരു പോയിന്റ് മുകളിൽ UDF ആണ് അരൂറും നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. ചേർത്തലയിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന മണ്ഡലങ്ങളിലൊന്ന് ചേർത്തലയാണ്. കാരണം ചേർത്തലയിൽ തുടക്കത്തിൽ ഉള്ള മത്സരമല്ലായിരുന്നു. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ രാജേന്ദ്ര പ്രസാദും P പ്രസാദും തമ്മിൽ ശക്തമായ മത്സരത്തിലേക്ക് ചേർത്തല പോയി. ഇതിൽ ഏറ്റവും പ്രധാനം പാർട്ടി എടുക്കുന്ന ഒരു കണക്കാണ്, അതായത് LDF എടുക്കുന്ന ഒരു കണക്കാണ്. അവർ മണ്ഡലാടിസ്ഥാനത്തിൽ എടുക്കുന്ന ആ കണക്കുകൾ ഈ അസസ് ചെയ്യപ്പെട്ടിട്ടുള്ള പല വോട്ടുകളും പാർട്ടി അത്ര ഉറപ്പ് എന്ന് കരുതിയ വോട്ടുകൾ ഇത്തവണ LDFന്റെ കോട്ടയിൽ അല്ലെങ്കിൽ LDFന്റെ പെട്ടിയിൽ വീണിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ പലയിടങ്ങളിലും നേതൃത്വവുമായുള്ള ഭിന്നത അടക്കമുള്ള വിഷയങ്ങൾ നിലനിന്നിട്ടുണ്ട്. ചെങ്ങന്നൂരിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ BJP വലിയ മുന്നേറ്റം നടത്തിയ ശ്രീധരൻപിള്ള മത്സരിക്കുന്ന സമയത്ത് 42,000 വോട്ട് പിടിച്ച ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ BJP അവിടെ കൃത്യമായ വർക്ക്, അതായത് ഡീൽ വിവാദം അടക്കം ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ അവിടെ BJP കൃത്യമായി അവരുടെ വോട്ട്
പിടിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. ആ വോട്ട് അവർ പിടിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ സജി ചെറിയാൻ വിജയിക്കും. അല്ലാത്ത പക്ഷമാണെങ്കിൽ അവിടെയും ടൈറ്റ് മത്സരമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇത്തവണ ആലപ്പുഴയിൽ UDF ഇറക്കിയ സ്ഥാനാർത്ഥികൾ പുറമേ നിന്ന് നമുക്ക് നോക്കിയാൽ വലിയ അല്ലെങ്കിൽ എല്ലാവർക്കും വലിയ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളല്ലായിരുന്നു എങ്കിൽ പോലും ഉള്ളിൽ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന അതാത് പ്രദേശങ്ങളിൽ കൃത്യമായി മത്സരം കൊണ്ടുവരാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് ആലപ്പുഴ പ്രവചനാതീതമായി നിൽക്കുന്നൊരിടമാണ്. നിലവിൽ UDFന് മുൻതൂക്കമുണ്ട് എന്ന് തന്നെ പറയാം. ഒരു 4 മുതൽ 5 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുള്ള ജില്ല. കഴിഞ്ഞ തവണ നമുക്കറിയാം 8-1 ഹരിപ്പാട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് UDFന്. എന്നാൽ ഇത്തവണ ഒരു 4 മുതൽ 5 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുള്ള, ഒരുപക്ഷെ മറ്റൊരു അടിയൊഴുക്ക് കാറ്റ് വീശിയാൽ അടന്നു വീഴാൻ ഉള്ള വലിയ മാർജിൻ ഇടതുപക്ഷത്തിന് പിടിക്കാൻ കഴിയാത്ത നിലയിലാണ് മിക്ക മണ്ഡലങ്ങളും കടന്നു പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.